Hi, good evening. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Let's start with the part 4 of sexual reproduction in flowering plants. The topic outbreeding devices, pollen pistil interaction and artificial hybridization. Okay, ഈ മൂന്ന് ടോപ്പിക്കുകളാണ് നമ്മൾ ഈ പാർട്ട് 5 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്ക് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് MCQയിലും നീറ്റ് MCQയിലും പബ്ലിക് എക്സാമിന് ബോർഡ് എക്സാമിന് CBSE ബോർഡ് എക്സാമിന് 5, 3 or 2 കാറ്റഗറിയിൽ എന്തായാലും മസ്റ്റായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. അപ്പോൾ എന്താണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്? നമുക്കറിയാം ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്, ഔട്ട്ബ്രീഡിങ്ങിന് സഹായിക്കുന്ന ഡിവൈസസ്. ഔട്ട്ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോസ് പോളിനേഷൻ. ഓക്കെ, അതല്ലെങ്കിൽ ഇംബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ നടന്നിട്ട് സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കും അല്ലേ. ഇതിനെയാണ് ഇംബ്രീഡിംഗ് എന്ന് പറയുക. അപ്പോൾ എന്താണ് ഇംബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് സെൽഫ് പോളിനേഷൻ റിസൾട്ട് ഇൻ എന്തിനാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷനാണ് നടക്കുന്നതെങ്കിൽ. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓട്ടോഗമി പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? സെയിം ഫ്ലവറിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിൽ തമ്മിലിടയിൽ നടക്കുന്ന പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അങ്ങനെ സെയിം ഫ്ലവറിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്ലാന്റിലെ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്ന പോളിനേഷൻ എന്താ പറയുക? ഗിഡ്നോഗമി അല്ലേ. ജെനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗമിയാണ് ഗിഡ്നോഗമി. എന്താണെന്ന് വെച്ചാൽ സെയിം പാരൻ്റൽ പ്ലാന്റിൽ നിന്നാണ് ഗിഡ്നോഗമിയിൽ 2 ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിലെ ഒരു സിംഗിൾ ഫ്ലവറിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷൻ. ഗിഡ്നോഗമി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്ലാന്റിലെ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിനിടയിൽ നടക്കുന്ന പൊളിനേഷൻ. ഓക്കെ, ഇത് രണ്ടായാലും ജനറ്റിക് ക്യാരക്ടേഴ്സിൽ സിമിലറാണ് അല്ലേ. രണ്ടും സെയിം പ്ലാന്റിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയുള്ള കേസസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ റിസൾട്ട്സ് ഇൻ ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇങ്ങനെ സെൽഫ് പോളിനേഷൻ നടക്കുന്ന ചെടികളിൽ നമ്മൾ എക്സാമ്പിൾ ഫോർ സെൽഫ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇങ്ങനെയുള്ള പ്ലാന്റ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെൽഫ് പോളിനേഷൻ ഓരോ ജനറേഷനിൽ നടക്കുമ്പോൾ, സെൽഫ് പോളിനേഷൻ അവരിൽ നടക്കുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻബ്രീഡിങ് അതായത് സെൽഫ് ഫെർട്ടിലൈസേഷൻ, സെൽഫ് പോളിനേഷൻ എന്താ ഉണ്ടാവുക? അതായത് സെയിം പാരൻ്റൽ പ്ലാന്റിൽ 2 ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക? അപ്പോൾ ദർ ഇസ് എ ചാൻസസ് ഓഫ് അല്ലേ പാരൻ്റൽ ക്യാരക്ടേഴ്സ് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താ ഉണ്ടായിരിക്കുക? അവരിൽ വേരിയേഷൻ കുറവായിരിക്കും. പിന്നെ അവരുടെ വെറൈറ്റീസ് ക്യാരക്ടേഴ്സിൽ, അതായത് സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ക്യാരക്ടേഴ്സൊക്കെ 2 പാരൻറ്റിൻ്റെയും സിമിലറാണ് അല്ലേ. അപ്പോൾ വെറൈറ്റീസ് കുറവാണ്, വേരിയേഷൻസ് കുറവായിരിക്കും. പിന്നെന്താണ്? അവർക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെയിം റിലേഷൻസിലുള്ള മാരേജസിൽ എല്ലാവർക്കും അല്ല, അതായത് ഈ 2 കപ്പിൾസിലെ 2 ക്യാരക്ടേഴ്സ് ഒരുപോലെയുള്ള ക്യാരക്ടേഴ്സ് അവരുടെ പാരൻസിൽ നിന്ന് കിട്ടണമെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന കൊച്ചുങ്ങൾക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ അതാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടന്നാൽ വിച്ച് റിസൾട്ട്സ് ഇൻ ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അപ്പോൾ എന്താ ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെടികൾ കുറച്ച് കാണിക്കുന്നുണ്ട്? ചെടികളിലെ കുറച്ച് ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസിനെ പറയുന്ന പേരാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ എന്താണ്? മൊണേഷ്യസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അവരിൽ എന്താ നടക്കുക? സെൽഫ് പോളിനേഷൻ നടക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ ഇൻബ്രീഡിങ് ഡിപ്രഷന് കാരണമാവും അല്ലേ. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്? Outbreeding devices are the devices present in plants or flowers to avoid self-pollination and promote cross-pollination. Cross-pollination promote ചെയ്യാനും സെൽഫ് പോളിനേഷനെ ഒഴിവാക്കാനും വേണ്ടിയിട്ട്, എലിമിനേറ്റ് ചെയ്യാനും അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് ചെടികളിൽ കാണപ്പെടുന്ന, ഫ്ലവേഴ്സിൽ കാണപ്പെടുന്ന പ്രത്യേക ഡിവൈസസിന് പറയുന്ന പേരാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്താ ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ആദ്യം കണ്ടിന്യൂസ് ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മൊണേഷ്യസ് ഫ്ലവർ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്താ ഉണ്ടാവുക?
അണ്ടർഗോ സെൽഫ് പോളിനേഷനാണ് അല്ലേ, ഓട്ടോഗമിയാണ്. ദിസ് ഓട്ടോഗമി ഓർ സെൽഫ് പോളിനേഷൻ, കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ റിസൾട്ട്സ് ഇൻ ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും? ഫസ്റ്റ് പോയിന്റ് എന്താ പറയുക, നമ്മൾ ആ മൊണേഷ്യസ് ഓർ ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ കാര്യം പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈസെക്ഷൽ, ഇതിന് മൊണേഷ്യസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് പറയുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ്. ഓക്കെ, രണ്ടും സെയിം ടു സെക്സസും സെയിം ഫ്ലവറിൽ കാണപ്പെടുന്നത്. ഇവർ എന്തിനാണ് ഉണ്ടാവുക? ഇവരിൽ എന്താ കാണപ്പെടുക? ഓട്ടോഗമിയാണ് കാണപ്പെടുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓട്ടോഗമി ഓർ സെൽഫ് പോളിനേഷൻ റിസൾട്ട്സ് ഇൻ ഇൻബ്രീഡിങ് ഡിപ്രഷൻ. സോ plants possess some devices to promote cross-pollination and avoid self-pollination. These devices are known as outbreeding devices. Clear ആയല്ലോ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് എന്നാണ് പറയുന്നത്? പോയിന്റ് ഏതാ? 6 പോയിൻ്റാണുള്ളത്. ഈ 6 പോയിൻറ്റും മനസ്സിലാലോചിച്ചിരിക്കുക. എന്താ പോയിന്റ് മനസ്സിലുണ്ടാവണം, എഴുതാൻ നമുക്ക് കിട്ടും. അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ. സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണം, രണ്ടും ഒരുമിച്ച് ചെയ്യുക അല്ലേ, അതിനെയാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവോയ്ഡിങ് സിങ്ക്രണൈസ് പോയിന്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ മെച്യൂർ അറ്റ് 2 ഡിഫറെൻറ്റ് ടൈം. ഓക്കെ, മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും 2 ഡിഫറെൻറ്റ് ടൈമിൽ മെച്യൂർ ആവാൻ അതിനെയാണ് സിങ്ക്രണൈസേഷൻ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുക. ഓക്കെ, പൊള്ളൻ ഈസ് റിലീസ് ബിഫോർ ദി സ്റ്റിഗ്മ. ചിലപ്പോൾ പൊള്ളൻ സ്റ്റിഗ്മ മെച്യൂർഡ് ആവുന്നതിന് മുൻപ് പൊള്ളൻ റിലീസ് ചെയ്യുക. അപ്പോൾ എന്താ? പൊള്ളൻ ഈസ് റിലീസ് ബിഫോർ ദി സ്റ്റിഗ്മ. ഓക്കെ, അല്ലെങ്കിൽ പൊള്ളൻ ഈസ് റിലീസ് ബിഫോർ ദി സ്റ്റിഗ്മ ബിക്കംസ് റിസെപ്റ്റീവ്, അല്ലെങ്കിൽ സ്റ്റിഗ്മ ബിക്കം മെച്യൂർ. ഓക്കെ, അപ്പോൾ എന്താണ് ഉണ്ടാവുക? പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്ന സമയത്ത് സ്റ്റിഗ്മ റിസെപ്റ്റീവ് അല്ല, മെച്യൂർ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? പോളിനേഷൻ നടക്കില്ല, സെൽഫ് പോളിനേഷൻ നടക്കില്ല അല്ലേ. അപ്പോൾ എന്താ? അല്ലെങ്കിൽ സ്റ്റിഗ്മ മെച്യൂർ, അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മെച്യൂർ ബിഫോർ പൊള്ളൻ ഗ്രെയിൻസ് ഈസ് റിലീസ്ഡ്. ഈ 2 കണ്ടീഷൻ എന്താണ് സെൽഫ് പോളിനേഷൻ ഒഴിവാക്കുക. അപ്പോൾ എന്താണ്? സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അപ്പോൾ ഇത്രയുള്ള പോയിന്റ് മനസ്സിലാക്കി വെക്കുക. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ മെച്യൂർ അറ്റ് 2 ഡിഫറെൻറ്റ് ടൈം. പൊള്ളൻ ഈസ് റിലീസ് ബിഫോർ ദ stigma become receptive, or stigma is mature before pollen grain is matured. Okay, released. ഇതാണ് അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ. ഈ വേർഡിൽ നിന്ന് നമ്മൾ എഴുതാൻ പഠിക്കണം. സെക്കൻഡ് പോയിന്റ് നമ്മൾ പറയുന്നത് ഏതാണ്? സെക്കൻഡ് പോയിൻ്റാണ് ഹെറ്ററോസ്റ്റൈലി. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക്, ഫീമെയിൽ ഫ്ലവറിൻ്റെ തണ്ട് പോലുള്ളൊരു സ്റ്റോക്ക് ഉണ്ട് അല്ലേ, ആ സ്റ്റോക്കിനെയാണ്. അപ്പോൾ സ്റ്റൈലി എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്, ഹെറ്ററോ ഡിഫറെൻ്റ് എന്നർത്ഥം. ഡിഫറെൻ്റ് സ്റ്റൈലി എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ എന്താണ്? ലൊക്കേറ്റഡ് അറ്റ് 2 ഡിഫറെൻറ്റ് പൊസിഷൻ. ഓക്കെ, ഹെറ്ററോസ്റ്റൈലി എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റിഗ്മ ആൻഡ് ആന്തർ അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ. ഒന്ന് ഒരു ഭാഗത്താണെങ്കിൽ മറ്റേത് വേറൊരു ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ ഹെറ്ററോസ്റ്റൈലി എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫീമെയിൽ ആൻഡ് മെയിൽ ഫ്ലവേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷനെ പറയുന്ന പേരാണ് ഹെറ്ററോസ്റ്റൈലി. അപ്പോൾ ടെക്സ്റ്റിൽ ഈ ഒരു പോയിൻ്റായിട്ട് ഹെറ്ററോസ്റ്റൈലി എന്നുള്ള ടേം ഉണ്ടായിരിക്കില്ല, പക്ഷേ എന്തുണ്ടായിരിക്കും? അറേഞ്ച്മെൻറ്റ് ഓഫ് എന്തിൻ്റെ? മെയിൽ ആൻഡ് ഫീമെയിൽ, അല്ലെങ്കിൽ ആരാ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവറാ? മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവറിൽ ആരാണ്? ഫീമെയിലിലെ സ്റ്റിഗ്മ, മെയിലിലെ ആന്തർ അല്ലേ. ആന്തർ ആൻഡ് സ്റ്റിഗ്മ അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പൊസിഷൻസ്. അതാണ് ഹെറ്ററോസ്റ്റൈലി കൊണ്ട് പറയുന്നത്. ഓക്കെ, ഇനി സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്വയം ഇൻകോമ്പാറ്റബിൾ ആവുക. ഇൻകോമ്പാറ്റബിൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഫെർട്ടൈൽ അല്ലാത്ത അവസ്ഥ അല്ലേ. ഇൻകോമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ അല്ലാത്ത അവസ്ഥ. ഓക്കെ, സ്റ്റെറൈലാവുന്ന കണ്ടീഷൻ അല്ലേ. അപ്പോൾ എന്താണ്? ഈ ഒരു വേർഡാണ് നമുക്ക് പഠിക്കേണ്ടത്. മാച്ച് ദ ഫോളോയിങ് നമുക്ക് നീറ്റിൽ വരും. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി, ഹെർക്കോഗമി, ഡൈക്കോഗമി എന്നൊക്കെ പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലും അതിൽ കുറച്ച് റൈറ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ സെൽഫ് ഇൻകോമ്പാറ്റബിൾ കാണുമ്പോൾ ഓപ്ഷൻ വരാനുള്ള ചാൻസ് ജനറ്റിക് മെക്കാനിസം എന്നായിരിക്കും. ഓക്കെ, അതായത് ചെടികളിൽ കാണപ്പെടുന്ന ഒരു ജനറ്റിക് മെക്കാനിസമാണ്, അതായത് ജനറ്റിക്സ് ആണ്. അവരിൽ ജനറ്റിക്കലി കാണപ്പെടുന്ന ഒരു മെക്കാനിസമാണ് ജനറ്റിക് മെക്കാനിസമാണ്. എന്താണ് ഈ ജനറ്റിക് മെക്കാനിസം ചെയ്യുന്നത്?
ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ടു പ്രിവെൻറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ് സെൽഫ് പൊള്ളൻ. സെൽഫ് പൊള്ളൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെടിയിലെ സെൽഫ് പൊള്ളൻ. ഫ്രം ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഒരു ചെടിയിലെ പൊള്ളനെ ഫെർട്ടിലൈസേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ടു പ്രിവെൻറ്റ് സെൽഫ് പൊള്ളൻ ഫ്രം ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കാൻ ചെടികളിൽ കാണിക്കുന്ന ഒരു ജനറ്റിക് മെക്കാനിസമാണ്. അതെങ്ങനെയാണ്, അതുവഴി എങ്ങനെയാണ് ഈ പൊള്ളൻ ഗ്രെയിൻസിനെ ഫെർട്ടിലൈസേഷനിൽ നിന്ന് തടയുന്നത്? ബൈ ഇൻഹിബിറ്റിംഗ്, അതായത് പൊള്ളൻ ഗ്രെയിൻസ് മെച്ചുറായിട്ട് അത് സ്റ്റിഗ്മയിൽ വരുമ്പോൾ അതിൻ്റെ ജെയിംപോർ റീജിയനിൽ നിന്ന് പൊള്ളൻ ട്യൂബ് ഇങ്ങനെ ഒരു ട്യൂബ് പോലെ സ്റ്റൈലിൻ്റെ ഉള്ളിൽ കൂടെ ജെർമിനേറ്റ് ചെയ്ത് വരണം അല്ലേ. ആ ജെർമിനേഷൻ ഓഫ് പൊള്ളൻ ട്യൂബ് ഇവിടെ ആര് ഇൻഹിബിറ്റ് ചെയ്യുന്നു? ഈ ചെടികളിലുള്ള ജനറ്റിക് മെക്കാനിസം ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഫ്രം ഫെർട്ടിലൈസേഷൻ ബൈ ഇൻഹിബിറ്റിംഗ്. എങ്ങനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? പൊള്ളൻ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്തിട്ട്, ഓർ പൊള്ളൻ ട്യൂബ് ജെർമിനേഷൻ അല്ലെങ്കിൽ പൊള്ളൻ ട്യൂബ് ഗ്രോത്ത് ഇൻ ദ പിസ്റ്റിൽ. അപ്പോൾ എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം, വെരി 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 ഇമ്പോർട്ടൻറ്റ് ജനറ്റിക് മെക്കാനിസം പ്രസൻറ്റ് ഇൻ പ്ലാന്റ് ടു or flowers to prevent self pollen from fertilization by inhibiting pollen tube germination. ഓക്കെ, അപ്പോൾ എന്താണ്? പൊള്ളൻ ഗ്രെയിൻസിനെ ഫെർട്ടിലൈസേഷനിൽ നിന്ന് ഇൻഹിബിറ്റ് ചെയ്യുക. എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ആരാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ജനറ്റിക് മെക്കാനിസം പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാ? പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ഫെർട്ടിലൈസേഷൻ. എങ്ങനെയാണത് ഫെർട്ടിലൈസേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ബൈ ഇൻഹിബിറ്റിംഗ് പൊള്ളൻ ട്യൂബിൻ്റെ ജെർമിനേഷൻ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട്. ഇതിനെയാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അപ്പോൾ എന്താണ്? പൊള്ളൻ ഗ്രെയിൻസ് ഇൻകോമ്പാറ്റിബിൾ ആയിരിക്കും അല്ലേ, അതുകൊണ്ട് അതിന് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, പൊള്ളൻ ട്യൂബ് വളരുന്നില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഡൈക്കോഗമി എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ അല്ലെങ്കിൽ ഫീമെയിൽ ആൻഡ് മെയിൽ ഫ്ലവേഴ്സ് ആർ മെച്ചുവേർഡ് അറ്റ് 2 different time. ഓക്കെ, 2 different time, 2 വ്യത്യസ്ത സമയങ്ങളിൽ മെച്യൂർ ആവുക. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഹെട്രോസ്റ്റൈലി പറഞ്ഞു, അറേഞ്ച്മെൻറ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റിഗ്മ ആൻഡ് ആന്തർ അറ്റ് 2 different പൊസിഷൻ. അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ മെച്യൂർ അറ്റ് 2 different time അല്ലേ, അതായിരുന്നു. അപ്പോൾ അതേ ഒരു സെയിം മീനിങ്ങിൽ വരുന്നൊരു ടേമാണ് ഡൈക്കോഗമി. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ മെച്യൂർ അറ്റ് 2 different time. ഇവിടെ നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ മെച്യൂർ അറ്റ് 2 different time തന്നെ പറഞ്ഞു അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്? പൊള്ളൻ ഈസ് റിലീസ്ഡ് ബിഫോർ ദ സ്റ്റിഗ്മ ബിക്കം റിസെപ്റ്റീവ്. അവോയ്ഡിങ് സിങ്ക്രണൈസേഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? പൊള്ളൻ ഈസ് റിലീസ്ഡ് before stigma become receptive. Before stigma become റിസപ്റ്റീവ്. സ്റ്റിഗ്മ റിസപ്റ്റീവ് ആവുന്നതിന് മുമ്പ് പൊളൻ റിലീസ് ചെയ്യുന്നു. ഹെട്രോസ്റ്റൈൽ അത് നമ്മൾ പറഞ്ഞ അല്ലേ. അതേ സെയിം മീനിങ്ങിൽ വരുന്നത് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ മെച്യൂർഡ് അറ്റ് 2 different time. ഇവിടെ 2 കണ്ടീഷനാണുള്ളത്. പ്രൊട്രാൻഡറി എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യം മെച്യൂർ ഫസ്റ്റ്. ആരാ ഫസ്റ്റ് മെച്യൂർ ആവുന്നത്? അപ്പോൾ ഗൈനീഷ്യം മെച്യൂർ ആവില്ല, അപ്പോൾ പൊളിനേഷൻ നടക്കില്ല. പ്രോട്ടോഗൈനി എന്ന് പറഞ്ഞാൽ ചില ഫ്ലവേഴ്സിൽ ഗൈനീഷ്യം മെച്യൂർ ഫസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പോൾ അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ നോട്ട് മെച്യൂർഡ് അറ്റ് ദി സെയിം ടൈം. Here pollen is released before stigma become receptive. Heterostyling എന്ന് പറഞ്ഞാൽ arrangement of male and female flowers at 2 different position or locations. Self incompatibility means it is a genetic mechanism. എന്താണ്? Self incompatibility is a genetic mechanism. Very 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 important. Self incompatibility is the genetic mechanism present in
self-incompatibility is the genetic mechanism present in plant to prevent self-pollen from fertilization by inhibiting pollen tube germination, pollen tube formation from the stigma. Okay, dichogamy means male and female flowers are mature at two different times. There are two types of dichogamy: protrandry, androecium mature first, and protogyny, gynoecium mature first. Okay, next is hergogamy. Fifth point is hergogamy. അപ്പോൾ നമ്മൾ 2 പോയിന്റ് ഉണ്ടായിരിക്കും. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ലെഫ്റ്റ് സൈഡിലുണ്ടായിരിക്കും, ഹെർക്കോഗമി ലെഫ്റ്റ് സൈഡിലുണ്ടായിരിക്കും. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരു സൈഡിൽ ജനറ്റിക് മെക്കാനിസം ഉണ്ടായിരിക്കും, ഒരു സൈഡിൽ ഫിസിക്കൽ ബാരിയർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് ജനറ്റിക് മെക്കാനിസമാണ്. ഹെർക്കോഗമി എന്ന് പറയുന്നത് ഫിസിക്കൽ ബാരിയറാണ്. ഹെർക്കോഗമി ഈസ് ദ ഫിസിക്കൽ ബാരിയർ പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ് ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഹെർക്കോഗമി എന്ന് പറയുന്ന ഒരു ഫിസിക്കലായിട്ടൊരു ബാരിയർ ചെടികളിൽ ഉണ്ടായിരിക്കും. അത് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു? ആ ഫ്ലവറിൽ സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ സെൽഫ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കാണപ്പെടുന്ന ചില ഫിസിക്കൽ ബാരിയേഴ്സ്, അതിനെയാണ് ഹെർക്കോഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു? ഫ്ലവേഴ്സിനെ സെൽഫ് പോളിനേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു, സെൽഫ് പോളിനേഷൻ നടത്താതെ നോക്കുന്നു. ഓക്കെ, അതാണ് ഹെർക്കോഗമി. അപ്പോൾ ഹെർക്കോഗമി ഈസ് എ ഫിസിക്കൽ ബാരിയർ, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ഈസ് എ ജനറ്റിക് മെക്കാനിസം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ഓർ ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു മെയിൽ ഫ്ലവർ, സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഫീമെയിൽ ഫ്ലവർ. 2 മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ സെപ്പറേറ്റഡ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ 2 കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസൻറ്റ് ഓൺ എ സിംഗിൾ പ്ലാന്റ് ആണ് സെൽഫ് പോളിനേഷൻ, ഓട്ടോഗമിയുടെ പ്രത്യേകത അല്ലേ? ഓട്ടോഗമിയിൽ ഒരു സിംഗിൾ ഫ്ലവറിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒരുമിച്ച് മെച്യൂർ ആവണമെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സെയിം പ്ലാന്റിൽ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനും നമ്മൾക്ക് എന്താ പറയുക? ഗീറ്റനോഗമി എന്ന് പറയും. ഗീറ്റനോഗമി ഈസ് ജനറ്റിക്കലി സിമിലർ ടു സെൽഫ് പോളിനേഷൻ ആണ് അല്ലേ? അപ്പോൾ അവിടെയും എന്താണ് ഒരു ചെറിയ പാരൻ്റ് സിമിലർ ആണ് എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ ജനറ്റിക്കലി ഇറ്റ് ഈസ് സിമിലർ ടു ഗീറ്റനോഗമി, സിമിലർ ടു ഏതിനോട് സിമിലറാണ്? നമ്മുടെ സെൽഫ് പോളിനേഷനോടും. ഫങ്ഷണലി സിമിലർ ടു ക്രോസ് പോളിനേഷനാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നീറ്റിൽ വരാറുണ്ട്, MCQയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, പോയിൻ്റാണ്. നോട്ട് ചെയ്യുക, വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാസ്റ്റർ ആൻഡ് മെയ്സ്, ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, 2 ഫ്ലവറാണ്. കാസ്റ്റർ ആൻഡ് മെയ്സിൻ്റെ പ്രത്യേകത നമ്മൾക്ക് ഇങ്ങനെയായിരിക്കില്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു MCQ ക്വസ്റ്റ്യൻ. അതിൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? കാസ്റ്റർ ആൻഡ് മെയ്സിൻ്റെ പ്രത്യേകത, ഏത് പോളിനേഷനാണ് നടക്കുന്നത്? ഓക്കെ, കാസ്റ്റർ ആൻഡ് മെയ്സിൽ ഏത് പോളിനേഷനാണ് നടക്കുക? കാസ്റ്റർ ആൻഡ് മെയ്സിൽ സെൽഫ് പോളിനേഷൻ നടക്കുമോ, ക്രോസ് പോളിനേഷൻ നടക്കുമോ? കാസ്റ്റർ ആൻഡ് മെയ്സിൻ്റെ പ്രത്യേകത, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസൻറ്റ് ഓൺ ദി സെയിം ഫ്ലവർ അല്ല, 2 ഡിഫറെൻറ്റ് ഫ്ലവർ ഇൻ ദ സെയിം പ്ലാന്റ്. അപ്പോൾ അവിടെ ഗീറ്റനോഗമി നടക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ കാസ്റ്റർ ആൻഡ് മെയ്സിൽ ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യും, പക്ഷേ അവിടെ ഗീറ്റനോഗമി പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, യൂണിസെക്ഷൽ ഫ്ലവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂണിസെക്ഷൽ ഫ്ലവറിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് മാത്രമേ പ്രിവെൻറ്റ് ചെയ്യുള്ളൂ? ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യും, ഗീറ്റനോഗമി പ്രിവെൻറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവർ എന്നാണ്. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ എ സിംഗിൾ പ്ലാന്റ് ആണ്. അതിനാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് കാസ്റ്ററും, അവണക്ക്, മെയ്സ്, ചോളം. ഓക്കെ, അവർക്ക് എന്താ പ്രത്യേകത? അവരിൽ ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യും, പക്ഷേ ഗീറ്റനോഗമി പ്രിവെൻറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി പപ്പായ ഈസ് എ യൂണിസെക്ഷൽ ഫ്ലവർ. അപ്പോൾ അതിലെന്താ പ്രത്യേകത? പപ്പായയിൽ ഒരു മെയിൽ ഫ്ലവറും ഉണ്ടായിരിക്കും, ഒരു മെയിൽ പ്ലാന്റ് ഉണ്ടായിരിക്കും, മെയിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കും, ഫീമെയിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേറെ ഡിഫറെൻറ്റ് പ്ലാന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആൺചെടിയും പെൺചെടിയും ഉണ്ട് പപ്പായയിൽ. ആൺചെടിയിൽ എന്താ ഉണ്ടാവുക? മെയിൽ ഫ്ലവർ ഉണ്ടാവും, പെൺചെടിയിൽ ഫീമെയിൽ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പപ്പായ എന്ന് പറയുന്ന സെയിം പ്ലാന്റിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രൊഡ്യൂസ് ഓൺ 2 ഡിഫറെൻറ്റ് പ്ലാന്റിലാണ്. അപ്പോൾ കാസ്റ്ററിൻ്റെയും മെയ്സിൻ്റെയും പോലെയല്ല, അവിടെ മെയിൽ ഫ്ലവറും ഉണ്ടായി, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടായത് സിംഗിൾ പ്ലാന്റിലായിരുന്നു. പപ്പായൻ്റെ പ്രത്യേകത യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അതുണ്ടായത് 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ്. അപ്പോൾ അവിടെ എന്താണ് നടക്കുക? അവിടെ എന്താ നടക്കുക? സെൽഫ് പോളിനേഷൻ ഒരിക്കലും നടക്കില്ല, ഗീറ്റനോഗമി നടക്കില്ല. ഏത് നടക്കുക? ക്രോസ് പോളിനേഷനാണ് നടക്കുക. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഏതാണ് സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഏതിലായിരിക്കും? പപ്പായയിലാണ്. പപ്പായ പ്രൊഡ്യൂസേഴ്സ് യൂണിസെക്ഷൽ
ഫ്ലവറുള്ള പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഡയേഷ്യസ് ആണ്, യൂണിസെക്ഷൽ ആണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് വേറെ പ്ലാന്റ്സ് ഉണ്ട്, നമ്മൾക്ക് എക്സാമിന് വരുന്നതാണ്. എക്സാമ്പിൾ ഫോർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോഗമി മാത്രം നടക്കുന്നത്, ഗിഡ്നോഗമി നടക്കുന്നത് ഏതാ? കാസ്റ്റർ മൈസ. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. പിന്നെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ പപ്പായ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കണം. നമുക്കൊരു MCQ ക്വസ്റ്റ്യൻ 16 മാർക്കിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കവാറും വർഷം വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഡ് പഠിച്ചിരിക്കണം. എക്സാമ്പിൾ ഫോർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടംപുളി, ജാതിക്ക, ഗാർസീനിയ ആൻഡ് നട്ട്മഗ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന, നമ്മളെ വീട്ടിൽ കാണപ്പെടുന്ന, അല്ല ആൺചെടി മാത്രം ഉണ്ടാവുന്നെങ്കിൽ എന്താണ് വീട്ടിൽ കായ്ക്കില്ല. എന്നാൽ പെൺചെടി മാത്രമാണെങ്കിൽ കായ ഉണ്ടാവും. എന്താ കാരണം? പോളിനേഷൻ, വേറെ പറമ്പിൽ നിന്ന് പോളിനേഷൻ നടന്നിട്ട് ഇവിടെ വന്നിട്ട് പൊളൻ ഗ്രെയിൻസ് വന്ന് ഫെർട്ടിലൈസേഷൻ നടക്കാം. പക്ഷേ ആൺചെടി ആണെങ്കിൽ എന്താ നടക്കുക? ആ പൂവ് ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോവുള്ളൂ അല്ലേ. അപ്പോൾ എന്താ നമ്മളിതിൽ കായ ഉണ്ടാവാത്തതെന്ന് വിചാരിക്കും. എന്താ ഉണ്ടാവാത്തത്? അത് മെയിൽ പ്ലാന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. കുടംപുളി അതുപോലെ തന്നെ. അതുപോലെയുള്ള യൂണിസെക്ഷൽ സിംഗിളായിട്ടുള്ള ഒരു മെയിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും ഫീമെയിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെപ്പറേറ്റ് രണ്ട് പ്ലാന്റ്സ്. അങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ്. അതിനൊരു കോഡ് പഠിക്കാം. പപ്പ ഡേറ്റ് നോക്കി മൾബറി സ്ട്രോബെറി വാങ്ങി. ഓക്കെ, അപ്പോൾ പപ്പ മീൻസ് പപ്പായ, ഡേറ്റ് മീൻസ് ഡേറ്റ് പം, നമ്മുടെ ഈന്തപ്പഴം, മൾബറി സ്ട്രോബെറി, പിന്നെ വാങ്ങിയിലെ VA ഫോർ വാലിസ്നേറിയ. ഇതെല്ലാം യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഫോർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്? പപ്പായ, ഡേറ്റ് പാം, മൾബറി, സ്ട്രോബെറി, വാലിസ്നേറിയ, ഗേഴ്സീനിയ, നട്ട്മഗ്. ഇതെല്ലാം യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. What is meant by outbreeding devices? Outbreeding devices are the devices present in plants to promote cross-pollination and inhibit self-pollination. What are the outbreeding devices present in plants? First point is avoiding synchronization. എന്താണെന്ന് പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്യുക. Heterostyle, self-incompatibility, genetic mechanism, dichogamy, hercogamy, physical barrier, and production of unisexual flowers. കാസ്റ്റർ ആൻഡ് മെയ്സിൽ സെൽഫ് പോളിനേഷൻ നടക്കുമോ? ഇല്ല. അവരിൽ ഗീറ്റനോഗമിയാണ് നടക്കുക. ഒരു പ്ലാന്റിൽ 2 ഡിഫറെൻറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. അപ്പോൾ ഗീറ്റനോഗമി നടക്കും, ഓർഡിനോഗമി നടക്കില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് യൂണിസെക്ഷൽ, പ്യുവർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പപ്പായ, ഡേറ്റ് പാം, മൾബറി, സ്ട്രോബെറി, വാലിസ്നേറിയ, ഗേഴ്സീനിയ ആൻഡ് നട്ട്മഗ്. ക്ലിയർ? ഇത്രയാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയുന്ന ടേമിൽ വരുന്ന പോയിൻറ്റ്സ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പൊള്ളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ. ഓക്കെ, പൊള്ളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് പൊള്ളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിഗ്മ ആണ് അല്ലേ. ഈ ഭാഗം സ്റ്റിഗ്മ, ഇവിടെ ഇത് സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറിയുടെ ഉള്ളിൽ, ഓവ്യൂളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഓവറി, ഇത് ഓവ്യൂള്, ഇതിൻ്റെ ഉള്ളിൽ എംബ്രിയോ സാക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കാം, എംബ്രിയോ സാക്ക് ഇപ്പോൾ 2 മെയിലും പൊളൻ ഗ്രെയിൻസും, മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള പൊളൻ ഗ്രെയിൻസും ഫിമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്കും മെച്യൂറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ്? സ്റ്റിഗ്മയിലേക്ക് നിറയെ പൊളൻ ഗ്രെയിൻസ് വന്നു, കുറേ പൊളൻ ഗ്രെയിൻസ് വന്ന് എല്ലാവർക്കും ഒരുമിച്ച് അതിലുള്ള എഗ്ഗായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ പൊള്ളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പിസ്റ്റിൽ എന്ന് പറയുന്ന നമ്മുടെ പിസ്റ്റിലെ ഏത് ഭാഗം? സ്റ്റിഗ്മ recognizes the compatible and or incompatible pollen through the chemical components produced by pollen grains produce ചെയ്യുന്ന ചില കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽ കോമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലോ. ആ കോമ്പോണൻസ് നോക്കിയിട്ട് പിസ്റ്റിലിന് അല്ലെങ്കിൽ സ്റ്റിഗ്മയ്ക്ക് ആ പൊളൻ ഗ്രെയിൻസ് കോമ്പാറ്റബിൾ ആണോ, നോൺ കോമ്പാറ്റബിൾ ആണോ, അല്ലെങ്കിൽ ഇൻകോമ്പാറ്റബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പിസ്റ്റിൽ റെക്കഗ്നൈസസ് ദി കോമ്പാറ്റബിൾ ആൻഡ് ഇൻകോമ്പാറ്റബിൾ പൊള്ളൻ ത്രൂ ദ കെമിക്കൽ പ്രൊഡ്യൂസ് ബൈ ദം. അതായത് പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് പിസ്റ്റിലിന്, സ്റ്റിഗ്മയ്ക്ക് അത് കോമ്പാറ്റബിൾ അല്ലെങ്കിൽ ട്രൂ ടൈപ്പ് അല്ലെങ്കിൽ നല്ല പൊള്ളൻ ഗ്രെയിൻ ആണോ, ഇൻകോമ്പാറ്റബിൾ ഓർ റോങ് ടൈപ്പ് ഓർ പൊട്ട സ്റ്റെറൈലായിട്ടുള്ള അത്ര ഗുണമില്ലാത്ത പൊള്ളൻ ഗ്രെയിൻസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, അതാരാണ് മനസ്സിലാക്കുന്നത്? സ്റ്റിഗ്മ. എങ്ങനെ നോക്കിയിട്ടാണ് പൊള്ളൻ ഗ്രെയിൻസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് റോങ് ടൈപ്പ് പൊള്ളനാണോ ട്രൂ ടൈപ്പ് പൊള്ളനാണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ കോമ്പാറ്റബിളിനൊരു ടേം പഠിച്ചു, റൈറ്റ് ടൈപ്പ്. ഓക്കെ, ഇൻകോമ്പാറ്റബിളിനൊരു ടേം പഠിച്ചു, റോങ് ടൈപ്പ്. ഓക്കെ, ഈ വേർഡ് മനസ്സിലാക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത എക്സ്പ്ലനേഷൻ പറയുന്നത്. എഴുതുന്നില്ല. എന്താണ്? ഇഫ് ദ പൊള്ളൻ ഈസ് കോമ്പാറ്റബിൾ ഓർ ട്രൂ ടൈപ്പ് ആണെങ്കിൽ, നല്ല പൊള്ളൻ ഗ്രെയിൻസ് ആണെങ്കിൽ പിസ്റ്റിൽ അക്സെപ്റ്റ് ഇറ്റ്. ആരാണ്? നമ്മുടെ പിസ്റ്റിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. പിസ്റ്റിൽ അക്സെപ്റ്റ് ഇറ്റ്. പിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ പിസ്റ്റിലിൻ്റെ ഏത് ഭാഗമാണ്? സ്റ്റിഗ്മ. പിസ്റ്റിൽ ഓർ സ്റ്റിഗ്മ അക്സെപ്റ്റ് ഇറ്റ്. അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? ആൻഡ് പ്രൊമോട്ട് പോസ്റ്റ് പൊളിനേഷൻ എവൻസ്. എന്നിട്ട് പോസ്റ്റ് പൊളിനേഷൻ എവൻസിനെ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, എന്താ പോസ്റ്റ് പൊളിനേഷൻ എവൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? പോളൻ ഗ്രെയിൻസിൻ്റെ ജേംപോർ ഉണ്ടായിരിക്കും അല്ലേ? എക്സൈൻ തിക്കനിങ് ഇല്ലാത്ത, എക്സൈനിൽ സ്പോറോപൊളൻ തിക്കനിങ് ഇല്ലാത്ത ഭാഗമുണ്ട് ജേംപോർ. ആ റീജിയനിൽ കൂടെ പൊള്ളൻ ട്യൂബ് ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്തിട്ട് എന്താ പൊള്ളൻ ട്യൂബ് മൈക്രോപൈലർ റീജിയനിലൂടെ സൈനർഗിഡ്സ് വൺ ഓഫ് ദി സൈനർഗിഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ സഹായത്തോടു കൂടി എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ if the pollen grain is compatible or true type, pistil or stigma accept it and it promotes the post pollination events. അത് പ്രൊമോട്ട് ചെയ്യണം അല്ലേ? സ്റ്റിഗ്മ പ്രൊമോട്ട് ചെയ്യണം. സ്റ്റിഗ്മ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ സർഫസിലുള്ള ആ ട്രൂ പൊള്ളൻ നിന്ന് പൊള്ളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്തിട്ട് സ്റ്റൈലിൻ്റെ ഉള്ളിൽ കൂടെ എവിടേക്ക് എത്തും? എംബ്രിയോ സാക്കിലേക്ക് എത്തും. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ദ pollen is incompatible or wrong type ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ദ pollen is wrong type or incompatible, pistil എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ഇറ്റ് അല്ലേ? ആ പിസ്റ്റിൽ ആ പൊളൻ ട്യൂബിനെ റിജക്റ്റ് ചെയ്യുന്നു. ആൻഡ് പ്രിവെൻറ്റ് ദ പോസ്റ്റ് പൊളിനേഷൻ എവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊളൻ ട്യൂബ് ജെർമിനേഷൻ ഓർ പൊളൻ ട്യൂബ് ഫോർമേഷനെ എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഈ 2 പോയിന്റ് വെച്ചിട്ട് pollen pistil interaction is the process in which pistil recognizes compatible right or incompatible wrong pollen through the chemical components produced by them. If the pollen is compatible or true type, pistil recognizes it and accept it, and which promote the post pollination events. If the pollen is incompatible or wrong type, the pistil reject it and post pollination events like pollen tube germination does not occur. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഫ് ദ പൊള്ളൻ, അതായത് ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതായത് പിസ്റ്റിൽ ഓർ സ്റ്റിഗ്മ അക്സെപ്റ്റ് ചെയ്യും അല്ലേ? സ്റ്റിഗ്മ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പൊള്ളൻ ട്യൂബ് ജെർമിനേഷൻ നടക്കും. പൊള്ളൻ ട്യൂബ് ജെർമിനേഷൻ നടന്നിട്ട് എന്തുണ്ടാവും? പൊള്ളൻ ട്യൂബ് എവിടേക്ക് എത്തും? സ്റ്റിഗ്മേൻ്റെ ടിഷ്യൂവിനെ പ്രൊട്രൂഡ് ചെയ്തിട്ട് സ്റ്റൈലിലൂടെ അതെവിടേക്ക് എത്തും? ഓവറിയിലേക്ക് എത്തും അല്ലേ? ഓവറിയിലേക്ക് എത്തും അല്ലേ? ഈ നമ്മുടെ പൊള്ളൻ ട്യൂബിൻ്റെ ഓവറിയിലേക്കുള്ള എൻട്രീനെ 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. 1 പോറോഗമി, 2 മീസോഗമി ആൻഡ് തേർഡ് വൺ ഈസ് ചലാസോഗമി. ടെക്സ്റ്റിലല്ലേ നമ്മളെ MCQന് വരാറുണ്ട്, നീറ്റ് എക്സാമിന് വരുന്നൊരു ടോപ്പിക്കാണ്. എന്താണ്? ദ എൻട്രി ഓഫ് based on the entry of pollen tube to embryo sac, 3 type അല്ലേ? Based on the entry of pollen to embryo sac, there are 3 types of entry. If the pollen tube is endages to embryo sac through micropylar end, that type of
മൂവ്മെൻറ്റ് ഈസ് നോൺ ആസ് മൈക്രോപൈലാർ എൻഡിലൂടെയുള്ള പൊളൻ ട്യൂബിൻ്റെ ഓവ്യൂളിലേക്കുള്ള എൻട്രീനെ പറയുന്ന പേരാണ് പോറോഗമി. ഇഫ് ദ പൊളൻ ഈസ് എൻറ്റേഴ്സ് ത്രൂ എങ്ങനെയാ ന്യൂസലസിനെയും ഇൻറ്റഗ്മെൻസിനെയും ന്യൂസലസിനെയൊക്കെ പ്രൊട്രൂട്ട് ചെയ്തിട്ട് ഒരു മിഡിൽ ഓഫ് ദി ന്യൂസലാർ റീജിയനിൽ കൂടെ പോകുകയാണെങ്കിൽ അതിനെന്ത് പറയും? മീസോഗമി. ചലോസഗമി എന്ന് പറഞ്ഞാൽ ഇഫ് ദ പൊളൻ ഗ്രെയിൻ ഈസ് റീച്ചസ് ടു ചലാസൽ റീജിയൻ. അപ്പോൾ 3 റീജിയൻ ഉണ്ട്. ചലാസൽ റീജിയനിൽ കൂടെ ഇൻറ്റഗ്മെൻറ്റിനെ ഒരു പകുതി എത്തുമ്പോൾ ഒരു ഇൻറ്റഗ്മെൻറ്റിനെ പ്രൊട്രൂഡ് ചെയ്തിട്ട് തുളച്ചിട്ട് ചലാസയിൽ കൂടെ എംബ്രിയോസാക്കിലേക്ക് വരാം. ഓക്കെ, അങ്ങനെ 3 റീജിയനിൽ കൂടെ വരാം. അപ്പോൾ ചലാസിൽ കൂടി വരുന്നതിനെ ചലാസോഗമി, ചലാസ. മീസോഗമി എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്മെൻസ് ആൻഡ് ന്യൂസലസിനെ പ്രൊട്രൂഡ് ചെയ്തിട്ട് മിഡിൽ ഓഫ് ദി എംബ്രിയോസാക്ക്, ഓവറിയുടെ മിഡിൽ കൂടെ എവിടേക്ക് വരുന്നു? എംബ്രിയോസാക്കിലേക്ക് എത്തുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ചലാസോഗമി. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മെയിൽ പിസ്റ്റൽ റെക്കഗ്നൈസസ് ദി കമ്പാറ്റബിൾ ഓർ ഇൻകമ്പാറ്റബിൾ pollen through the chemical components produced by them. If the pollen is compatible or true type, pistil recognizes and accept it, and which promote the post pollination events. അല്ലേ? പ്രൊമോട്ട് പോസ്റ്റ് പൊളിനേഷൻ എവൻസ്, പ്രൊമോട്ട് പോസ്റ്റ് പൊളിനേഷൻ എവൻസ്. ഇനി ഇഫ് സ്റ്റിഗ്മ accept the pollen grain germination occur and through stigma style and reaches ovary. The entry of the pollen tube through embryo sac for fertilization is 3 type. If the pollen tube is enters through micropylar region, it is known as porogamy. If it is enters through middle of the integument and chalasa, which is known as mesogamy. If it is enters through middle of the integument or nucellus, it is known as the mesogamy. Chalosogamy, if the pollen tube is enters through embryo sac through chalasal region, it is known as chalasogamy. Okay, clear ആയല്ലോ? ഇത്രയും ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾ അടുത്ത പോയിന്റ് പഠിക്കുന്നത് pollen is shedded അല്ലേ? പൊള്ളൻ, അടുത്ത ഒരു പോയിന്റ് പറയുന്നതാണ് പൊള്ളൻ ഈസ് ഷെഡറ്റ് സ്റ്റിഗ്മ. ഏതൊക്കെ കണ്ടീഷനിലാണ്? അറ്റ് 2 celled ഓർ 3 celled കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ 2 celled കണ്ടീഷൻ എന്താ, 3 celled കണ്ടീഷൻ എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 celled കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പൊള്ളൻ ഗ്രെയിൻസ് വിത്ത് വലിയ വെജിറ്റേറ്റീവ് സെല്ല്, ചെറിയ ജനറേറ്റീവ് സെല്ല് അല്ലേ, അതിൻ്റെ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. 3 celled സ്റ്റേജ് എന്ന് പറയുമ്പോൾ പൊള്ളൻ വിത്ത് വലിയ വെജിറ്റേറ്റീവ് സെൽസ്, പിന്നെ ജനറേറ്റീവ് സെല്ലിന് ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 2 മെയിൽ ഗ്യാമെറ്റ്സ്. ഇതാണ് 3 celled സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ 2 celled സ്റ്റേജിലാണ് പൊള്ളൻ ഗ്രെയിൻസ് വന്നിട്ട് സ്റ്റിഗ്മയിലെത്തുന്നെങ്കിൽ അവിടെ വെച്ചിട്ടാണ് ജനറേറ്റീവ് സെല്ലിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ, 3 celled സ്റ്റേജിലാണെങ്കിൽ ഓൾറെഡി മെയിൽ ഗ്യാമേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റിഗ്മയിൽ വെച്ച് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പൊള്ളൻ ട്യൂബ് റീച്ചസ് ദി ഓവറി, ദെൻ ദ എൻഡേഴ്സ്. ഓക്കെ, ദ പൊള്ളൻ ഷെഡ് അറ്റ് 2 celled or 3 celled സ്റ്റേജ്. ഓക്കെ, 3 celled condition, there is further mitotic division takes place in the stigma. Okay, 3 celled condition, it also possesses 2 in the 3 celled condition, the pollen grains contain 2 male gametes. In the 2 celled condition, the generative cell of the pollen undergo mitotic division and produces 2 male gametes. Okay, clear ആയല്ലോ? Then pollen tube reaches the ovary, then enters the ovule through micropylar, chalasal or middle of the integumental region, and then enters one of the synergids of the synergids of the egg apparatus through the filiform apparatus. The filiform apparatus is present at the എവിടെയാണ് micropylar part of the synergids, which guides the entry of pollen tube. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്? if the pollen tube reaches the എവിടെത്തി? ovary, then enters the ovule, ഓവ്യൂളിനുള്ളിലേക്ക് കടന്നു. ത്രൂ ഏത് കൂടിയാണ്? മൈക്രോപൈലർ. ഇവിടെ നടന്നത് ഇതവിടെ എൻ്റർ ചെയ്തത് മൈക്രോപൈലർ റീജിയൻ കൂടെ. ഓക്കെ,
then enters the then it enters the one of the synergids. 3 synergids ഉണ്ട്, 2 synergids ഉണ്ട്, ഒരു egg cell ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സൈനർഗിഡ്സിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫിലിഫോം അപ്പാരറ്റസ് അതിനെ എവിടേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു? എഗ്ഗിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു ഫോർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷന് മുൻപുള്ള എല്ലാ എവൻസും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത്രയാണ് പൊള്ളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊള്ളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഫിഗർ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. എന്താണ് പറയാനുള്ളത്? ഇവിടെ പറയാം നമ്മൾ ഈ ഫിഗർ നോക്കിയിട്ട് അല്ലേ. എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പൊള്ളൻ റെക്കഗ്നൈസസ്. പൊള്ളൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പൊള്ളൻ റെക്കഗ്നൈസസ് കോമ്പാറ്റബിൾ ഓർ ഇൻകോമ്പാറ്റബിൾ pollen through the chemical components present in the pollen grains. If the pollen is compatible type, the pistil accept the pollen. It promotes the post-pollination events, means the pollen tube germination. If the pollen is wrong type or incompatible, the pollen rejects the pollen grains and which inhibit the post-pollination events or pollen tube germination. Okay, ഇനി നമ്മൾ പറഞ്ഞത് pollen grains germinate on ഇവിടെ വെച്ചിട്ട് ജെർമിനേറ്റ് ചെയ്തു. Then it move into, then the contents of the pollen grains are move into the pollen tube. Contents are 2 male gametes move into the pollen tube. Pollen tube grows through the എങ്ങനെയാണ്? grows through the tissues of stigma and style and reaches the ovary. Clear? Okay, then actually pollen grains are shedded two cell stage, vegetative and generative cell. അങ്ങനെയാണെങ്കിൽ the generative cell undergo further one more mitotic division and produces 2 male gametes. If it is shedded 3 cell stage, it already contains 2 male gametes. Then the male gamete is enters to the embryo and reaches the ovary, then to ovule through the micropylar region and enters the inside the embryo sac through one of the synergid cells with the help of the filiform apparatus of it and reaches the egg for fertilization. Okay, clear? That's all about the pollen pistil interaction. വളരെ സിമ്പിളാണ്. ഫിഗർ ഒന്ന് വരയ്ക്കാൻ പഠിക്കുക. അപ്പം നമ്മളിതിലില്ലാത്തൊരു ടെക്സ്റ്റിൽ എൻ സി ആർട്ടിലില്ലാത്തൊരു പോയിന്റ് പറഞ്ഞു. ദ എൻഡ് ഓഫ് pollen tube to embryo sac is 3 type. If it is enters through micropylar region, it is known as sporogamy. If the pollen tube is enters through cell region, it is known as cellosogamy. It is rare. And if the pollen is enters to embryo sac through middle of the integuments and nucellus, it is known as മീസോഗമി. ഓക്കെ, ഇത്രയാണ് പൊള്ളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഈ ഒരു പ്രീ ഫെർട്ടിലൈസേഷൻ എവനിൽ വരുന്ന ഒരു നെക്സ്റ്റ് ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. വളരെ സിമ്പിളാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഇതെന്താണ്? അതായത് ഇതൊരു ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ്. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ഇറ്റ് ഈസ് എ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് ക്രോപ്പിനെ ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ സങ്കരയിനം ചെടികളൊക്കെ ഉണ്ടാക്കില്ലേ? ഒരു ചെടിയിൽ കുറച്ച് നല്ല ഗുണങ്ങളുണ്ടായിരിക്കും, വേറൊരു ചെടിയിൽ അതിനേക്കാട്ടും നല്ല ഗുണം. അപ്പോൾ നമുക്ക് ഈ 2 ഗുണങ്ങളെ ഒരു ചെടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തും. ഓക്കെ, അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? ഈസ് എ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇൻ വിച്ച് അതിലെന്താ ഉണ്ടാവുക? ഇൻ വിച്ച് desired pollen grains are used for pollination. Desired pollen grains are used for pollination. അപ്പോൾ നല്ല ഗുണങ്ങളുള്ള ഒരു പൊള്ളൻ ഗ്രെയിൻസിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഒരു പൊള്ളൻ ഗ്രെയിൻസ് ഉള്ള ഒരു മെയിൽ പ്ലാന്റിനെ നമ്മൾ സെലക്ട് ചെയ്തു, പാരൻ്റൽ പ്ലാന്റിനെ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് 2 പാരൻ്റൽ പ്ലാന്റിനെ സെലക്ട് ചെയ്തു കേട്ടോ. അതിൽ എന്തൊക്കെ സ്റ്റെപ്പാണ് നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇമാസ്കുലേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ബാഗിങ്. ഓക്കെ, ഇനി എന്താണെന്ന് പറയാം. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത 2 പാരൻ്റൽ പ്ലാന്റ് എടുത്തു അല്ലേ? ഈ 2 പാരൻ്റൽ പ്ലാന്റ് എടുത്തതിൽ
ഒരു പോളൻ ഗ്രെയിൻസ് ഡിസൈഡ് ക്യാരക്ടർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്ക് ഈ പാരൻ്റൽ പ്ലാന്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ പാരൻ്റൽ പ്ലാന്റിൽ ഉള്ള എന്താണ്, അതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അതിലെ മെയിൽ ഫ്ലവറിനെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, റിമൂവൽ ഓഫ് ആന്തേഴ്സ്. ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം, രണ്ടെണ്ണം, എത്ര ആന്തർ ഉണ്ടോ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദി ബൈസെക്ഷൽ ഫ്ലവർ ബഡ് ഓഫ് ഫിമെയിൽ പാരൻ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഫിമെയിൽ പാരൻ്റായിട്ട് സെലക്ട് ചെയ്ത പാരൻ്റൽ പ്ലാന്റിൽ നിന്ന് എല്ലാ മെയിൽ ഫ്ലവേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നു, ഇമാസ്കുലേഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ബാഗിങ്. ഓക്കെ, ഈ ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട്, ബട്ടർ പേപ്പർ കൊണ്ടുള്ള ബാഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. എന്തിനാ കവർ ചെയ്യുന്നത്, ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ്സ്, ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ്സ് സ്റ്റിഗ്മ വിത്ത് ആരായിട്ട്, അൺവാണ്ടഡ് പൊളൻ. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് പാരൻറ്റിനെ സെലക്ട് ചെയ്തു, പാരൻ്റൽ മെയിൽ പ്ലാന്റ് ആൻഡ് പാരൻ്റൽ ഫിമെയിൽ പ്ലാന്റ്. ഈ ഫിമെയിൽ പ്ലാന്റിലെ ഫിമെയിൽ ഫ്ലവർ ഉണ്ട്, അത് ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അതിലെ മെയിൽ ഫ്ലവേഴ്സിനൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയും, അല്ലേ? ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. എന്നിട്ട് നമുക്ക് ഫിമെയിൽ ഫ്ലവറിനെ മാത്രം, അതിലേക്കാണ് നമ്മൾ പോളിനേറ്റ് ചെയ്യുന്നത്, ഡിസൈർ ക്യാരക്ടേഴ്സ് ഉള്ള പോളൻ ഗ്രെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കവർ ചെയ്ത് വയ്ക്കും. ഒരു ബട്ടർ പേപ്പർ കൊണ്ട് നമ്മൾ കവർ ചെയ്ത് വയ്ക്കും. ഓക്കെ, എന്തിനാ കവർ ചെയ്ത് വയ്ക്കുന്നത്, അൺവാണ്ടഡ് പൊളൻ ഗ്രെയിൻസ് വന്ന് ഇതിൽ പൊളിനേഷൻ നടത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുക, സ്റ്റിഗ്മ മെച്ചുറാവുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പാരൻ്റൽ മെയിൽ പ്ലാന്റ് ഉണ്ടായിരിക്കും. ആ പ്ലാന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പൊളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് ആൻഡ് ഡസ്റ്റഡ് ഓൺ, എവിടെ ഡസ്റ്റഡ് ചെയ്യും, ഡസ്റ്റഡ് ഓൺ ദി സ്റ്റിഗ്മ ഓഫ് സെലക്റ്റഡ് ഇമാസ്കുലേറ്റഡ് ഫിമെയിൽ പ്ലാന്റ്. ഓക്കെ, അതിലേക്ക് ഫിമെയിൽ പാരൻ്റൽ പ്ലാന്റിലേക്ക് നമ്മൾ ഡസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, ഫസ്റ്റ് രണ്ട് ഫ്ലവേഴ്സ് എടുത്തു, പാരൻ്റൽ മെയിലും ഫീമെയിൽ. പാരൻ്റൽ ബൈസെക്ഷലായ ഫീമെയിൽ ഫ്ലവേഴ്സിന് നമ്മൾ എന്താണ്, യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഏത് സ്റ്റെപ്പ് വേണ്ട, ഇമാസ്കുലേഷൻ വേണ്ട കേട്ടോ. ബൈസെക്ഷൽ ഫ്ലവർ ആയതുകൊണ്ട് സെലക്ട് ചെയ്ത പാരൻ്റൽ ഫീമെയിൽ ഫ്ലവറിനെ എന്താണ്, മെയിൽ ഫ്ലവേഴ്സിനെ സ്റ്റേമിനൊക്കെ റിമൂവ് ചെയ്തു. എന്നിട്ട് അതിനെ കവർ ചെയ്തു, ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്തു. ഇതിന് വേണ്ടിയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള പൊളൻ ഗ്രെയിൻസ് വന്ന് ഇതിൽ പൊളിനേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സ്റ്റിഗ്മ മെച്യൂറായപ്പോൾ, റിസപ്റ്റീവ് ആയപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പാരൻ്റൽ മെയിൽ ഫ്ലവറിൽ നിന്നുള്ള പൊളൻ ഗ്രെയിൻസ് വന്നിട്ട് അതിൻ്റെ സ്റ്റിഗ്മയിൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ പൊളിനേഷൻ നടക്കും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ അപ്പോൾ നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഏതൊരു സ്റ്റെപ്പ് വേണ്ട, ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന ഫ്ലവർ സ്റ്റെപ്പ് വേണ്ട. അപ്പോൾ അതിനുശേഷം ഫോളിനേഷൻ നടത്തിയിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാവും അല്ലേ, എന്നിട്ട് സീഡ് സെറ്റൊക്കെ നോക്കിയിട്ട് ആ സീഡിനെ എടുത്തിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ സങ്കരയിനം ചെടികൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന പോയിൻറ്റ്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ എവൻറ്റ് ഈസ് ഓവർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്നുള്ള സ്റ്റെപ്പ് ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പോറോജെനിസിസും മെഗാസ്പോറോജെനിസിസും കംപ്ലീറ്റ് ആയ സമയത്ത് നമ്മളിപ്പോൾ അതോടുകൂടി തന്നെ ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പ്രീ ഫെർട്ടിലൈസേഷൻ എവൻറ്റ്സ് ഇൻ ആൻജിയോസ്പേംസ് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.